ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് നമ്മൾ ദൈവകരുണയെ പറ്റിയുള്ള വചനങ്ങളാണ് പറയുന്നത് കേട്ടോ. പുറപ്പാട് 20:6. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പുറപ്പാട് 34:6-7. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. സങ്കീർത്തനം 103:8-9. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. സങ്കീർത്തനം 103:4. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. സങ്കീർത്തനം 103:11. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. സങ്കീർത്തനം 119:64. കർത്താവേ, ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 103:6. കർത്താവായ ദൈവം പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. സങ്കീർത്തനം 145:14. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ജെറമിയ 31:20. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. വിലാപങ്ങൾ 4:22. അവിടുന്ന് എന്നെ വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. മത്തായി 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. പ്രഭാഷകൻ 51:29. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രഭാഷകൻ 51:29. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. പ്രഭാഷകൻ 51:29. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. ലൂക്ക 6:36. അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. ഇത്രയാണ് കർത്താവിൻ്റെ കാരുണ്യം, അതിനെ പറ്റിയുള്ള വചനങ്ങൾ. കരുണയ്ക്ക് വേണ്ടി, അതായത് കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. താങ്ക് യു.